ഫാം ഫ്രഷ്. ഇത് പേരാവൂർ പഞ്ചായത്തിലെ മണത്തണ മടപ്പൊലിച്ചാലിൽ പ്രവർത്തിക്കുന്ന കൂൺ ഫാമാണ്. പല വീഡിയോകളിലും ഈ ഫാമിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. വളരെ ചെറിയ തോതിൽ തുടങ്ങിയിട്ട് അതും കഴിഞ്ഞ 8 വർഷമായിട്ട് തുടങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വലിയ തോതിൽ, അതായത് ഈ ഒരു കുഗ്രാമത്തിന് താങ്ങാൻ പറ്റാവുന്ന വിധത്തിൽ ദിനംപ്രതി ഒരു 8-10 കിലോ കൂണ് വിൽക്കുന്ന നിലത്തിലേക്ക് വളർന്നു വന്ന ഫാമാണിത്. ഞങ്ങൾ ഈ ഫാമുമായിട്ട് സംബന്ധിച്ച് ഇവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൃഷി രീതികളെക്കുറിച്ച് ഒക്കെ വിവരിച്ചുകൊണ്ട് കൂൺ കൃഷിയുമായി കുറേ ചിതറിയ ചിന്തകൾ ഇതിനകം തന്നെ വീഡിയോകളുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശ്രോതാക്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനും ശ്രമിച്ചിട്ടുണ്ട് വീഡിയോകളിലൂടെ തന്നെ. ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ 8 കിലോ കൂണ് വിൽക്കുന്ന ഒരു ഫാം വലിയൊരു സംഭവമൊന്നുമല്ല. എന്നാൽ ഈ മടപ്പൊലിച്ചാൽ പോലെയുള്ള ഒരു ചെറു ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷകൻ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമെന്ന നിലയിൽ ഇതിന് ഒരു പ്രാധാന്യവുമുണ്ട്. ആ ഒരു ആനുകൂല്യം ഞങ്ങളുടെ ശ്രോതാക്കൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതിൽ നന്ദി പറയാനായിട്ട് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. കൂൺ കൃഷിയിൽ നമ്മുടെ നാട്ടിൽ കുറഞ്ഞ കാലം കൊണ്ട് വളരെ വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. അതിന് കൃഷി വകുപ്പും തൽപരരായ കുറേ കർഷകരും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പുതുതായി ഈ മേഖലയിലേക്ക് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളും സംശയങ്ങളും ദൂരീകരിക്കാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ വേണ്ടത്രയുണ്ട് എന്നൊരു ബോധ്യം എനിക്കില്ല. അത് നിരന്തരം വരുന്ന ഫോൺ കോളുകളും മറ്റും എന്നെ ആ ബോധ്യത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഗുണപ്രദമായ വിത്ത് എങ്ങനെ കിട്ടും, എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ലാഭകരമായി പോകാൻ പറ്റിയ വിധത്തിൽ ഉപയോഗിക്കേണ്ട മാധ്യമം, ഈ ഓരോ മാധ്യമവും എങ്ങനെയാണ് അണുനശീകരണം നടത്തേണ്ടത്, ഇതിനകത്ത് കെമിക്കൽ ചെയ്യുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് ജൈവ രീതിയിലുള്ള അണുനശീകരണം ചിലവിനെ വർദ്ധിപ്പിക്കുമോ എന്നു തുടങ്ങി കൂൺ കൃഷിയിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് കൂൺ കൃഷിയിലേക്ക് ഇറങ്ങാത്ത ആളുകളുടെ സംശയങ്ങൾക്ക് പോലും നിരന്തരം മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പങ്കുവച്ച ചിതറിയ ചിന്തകൾ എന്നുള്ളത് തുടർച്ചയായ ഒരു കൂൺ ക്ലാസ് എന്ന നിലയിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് ചിന്തിച്ചതിൽ നിന്നാണ് ഈ വീഡിയോയുടെ തുടക്കം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കൂൺ കൃഷിക്ക് ഒരു 100 വയസ്സിൽ കൂടുതൽ പ്രായമില്ല. നമ്മുടെ കാർഷിക സർവകലാശാലയിലെ കൂണിനെ കുറിച്ചൊരു സ്റ്റഡി സെന്റർ ഉണ്ടായത് പോലും 10-70 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ്. എങ്കിൽ പോലും വളരെ വേഗതയിൽ പുരോഗമിക്കുന്ന ഒരു കാർഷിക മേഖല എന്ന നിലയിൽ കൂൺ കൃഷി ജനങ്ങളെ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ളിൽ കൂൺ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം 10 മടങ്ങല്ല അതിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. കൂട് ഒരാവശ്യ വസ്തുവോ അത്യാവശ്യ വസ്തുവോ അല്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉപയോഗം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതിനുള്ള ഗുണവശങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ തന്നെ കൂണിൻ്റെ വിൽപ്പന സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈക്കോലിൽ ആരംഭിച്ച് ഇന്ന് റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ വന്നു നിൽക്കുന്ന വിധത്തിലാണ് കൂൺ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോ പുതുതായി കൂൺ കൃഷി രംഗത്തേക്ക് വരുന്ന ആളുകളുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന വസ്തുത പറഞ്ഞുകൊണ്ട് തന്നെ അറിവിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലെ കൂൺ കൃഷിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി, ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തുടർച്ചയായി 5 എപ്പിസോഡിലൂടെ കൂൺ കൃഷിയുടെ പ്രാഥമിക പാഠങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് മാധ്യമം തിരഞ്ഞെടുക്കുന്നത് മുതൽ അത്
അണുനശീകരണം നടത്തുന്നതിനെ തുടർന്ന് കൂൺ ബെഡുകൾ നിർമ്മിക്കുന്നതിലൂടെ വളർന്ന് അതെങ്ങനെ സംരക്ഷിക്കണമെന്ന് വളർച്ചയുടെ ഘട്ടത്തിൽ കൂൺ ബെഡുകളുടെ വ്യത്യാസങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ കൂണിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് വളർന്ന് വിൽപ്പനയിൽ അവസാനിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. കൂൺ കൃഷിയുടെ പ്രാഥമിക പാഠങ്ങൾ ആരംഭിക്കുന്നത് തന്നെ എവിടെ കൂൺ കൃഷി ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ്. എവിടെയാണ് നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആ കൂടെ തന്നെ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ആർക്കാണ് കൂൺ കൃഷി ചെയ്യാൻ സാധിക്കുക? ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ കൂൺ കൃഷിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് തന്നെ. അത് പല വീഡിയോകളിലും കാണുന്ന പോലെ ആർക്കും തുടങ്ങാവുന്ന ഒരു കൃഷിയല്ല കൂൺ കൃഷി എന്നാണ് എൻ്റെ പക്ഷം. മറ്റു വീഡിയോകളിൽ കാണുക, പല പരസ്യങ്ങളിലും കാണുക, ആർക്കും തുടങ്ങാം, ആർക്കും ചെയ്യാം, എവിടെയും ചെയ്യാം, എളുപ്പമാണ്, ബക്കറ്റിലും ചെയ്യാം, ബാത്റൂമിലും ചെയ്യാം എന്ന രീതിയിൽ കാണുന്ന വീഡിയോകൾക്കെതിരാണ് എൻ്റെ ആശയം. കാർഷിക മനസ്സുള്ള, കൃഷി ചെയ്യാൻ താല്പര്യമുള്ള, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്ന, കൂൺ കൃഷിക്ക് ആവശ്യമായ അനുബന്ധ സാഹചര്യങ്ങൾ ഒരുക്കാൻ സാഹചര്യമുള്ള ആളുകൾക്ക് കൂൺ കൃഷിയിലേക്ക് വരാനായിട്ട് വാസ്തവത്തിൽ യോഗ്യതയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അഥവാ അങ്ങനെയുള്ള ആളുകൾ വന്നാൽ മാത്രമേ ഈ രംഗത്ത് വിജയിക്കാൻ പറ്റുകയുള്ളൂ. വളരെ എളുപ്പമാണ്, അല്പം ചൂടുവെള്ളം മാത്രം മതി എന്ന ചിന്തയോടുകൂടി കൂൺ കൃഷിയിലേക്ക് വരുന്ന ആളുകൾ വിജയിക്കാൻ സാധ്യതയില്ല. കാരണം ഇവിടെ അവരെ അഭിമുഖീകരിക്കുന്നത്, അവരെ കാത്തിരിക്കുന്നത് പ്രശ്നങ്ങൾ തന്നെയാണ്. കൂൺ കൃഷിയിലെ അടിസ്ഥാന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് അതെവിടെ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചുണ്ടാക്കിയ കൂൺ ഫാം. അത് നല്ല രീതിയിൽ അതിൻ്റെ ആവശ്യങ്ങൾ, കൂണിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ തക്ക വിധത്തിൽ ഒരിടമായിരിക്കണം കൂൺ കൃഷി ചെയ്യാൻ തുടങ്ങുന്ന ഇടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂൺ കൃഷി വളരെയധികം സങ്കീർണമായ ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂണിൻ്റെ വിത്ത് തിരഞ്ഞെടുപ്പ് ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ല വിത്ത് കിട്ടാനുള്ള ഇടങ്ങൾ വളരെ കുറവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂൺ കൃഷിയിൽ വൻകിട കൃഷിക്കാരടക്കം കൂൺ കൃഷി ഒരു തൊഴിലെന്ന നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ആളുകളും ആശ്രയിക്കുന്ന റബ്ബറിൻ്റെ അറക്കപ്പൊടി ഇന്ന് ഏകദേശം കിട്ടാക്കനിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ്. വിദൂരമല്ലാത്തൊരു സമയത്ത് വാസ്തവത്തിൽ ലോകത്തെ തന്നെ കൂൺ കൃഷി പഠിപ്പിച്ച വൈക്കോൽ എന്ന മാധ്യമത്തിലേക്ക് കൂൺ കർഷകർ തിരിച്ചു പോവേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് സാഹചര്യങ്ങൾ. ഇത്തരം വിഷയങ്ങളൊക്കെ കോർത്തിണക്കി കൂൺ കൃഷിക്ക് പുതുതായി വരുന്ന ആളുകളെ യഥാർത്ഥ ബോധ്യത്തിലൂടെ അതിനെ സജ്ജമാക്കുക എന്ന വീഡിയോ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് അതിൻ്റെ പ്രാരംഭ നടപടികളും പ്രാരംഭ ഘട്ടവുമായി കണ്ട് തുടർന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.